ഓക്കെ, നമ്മളപ്പോ ക്ലാസ് വരെ പറഞ്ഞു നിർത്തി. ക്ലാസ്സിനെ വരെ ഡൗട്ട് ഇല്ലല്ലോ? ഇനി അടുത്തതാണ് ടാഗ് നെയിം. നമ്മൾ ടാഗ് നെയിം എന്ന് വെച്ചാൽ എന്താ പറഞ്ഞത്? ഇൻപുട്ട്, അതുപോലെ തന്നെ സെലക്ട്, ബട്ടൺ എല്ലാം നമ്മൾ കുറെ വാല്യൂസ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു അല്ലേ? അതായത് ലെഫ്റ്റ് ആംഗിൾ ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് വരുന്ന ഫസ്റ്റ് വാല്യൂ അല്ലേ? അത് വെച്ചിട്ടാണ് എഴുതുന്നെങ്കിൽ ഏതെങ്കിലും ഒരു ടാഗ് നെയിം എടുത്തിട ഡോമെന്ന്. ഡിവ് എടുത്തോ. സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ടോ? ഷെയർ ചെയ്യുന്നുണ്ടടാ. ഉണ്ടല്ലോ, കാണാം. ഓക്കെ, കാണാവോ? അപ്പൊ മെസ്സേജിനകത്തുനിന്ന് കാണാവുന്നോ ഇല്ലെന്നോ? കാണാം. ടാഗ് നെയിം എന്ന് പറയുമ്പോ മാം എന്തായിരുന്നു? അതായത് ഇൻപുട്ട് അല്ലേ? ഇൻപുട്ട്. ഒരു കാര്യം ചെയ്തോ, നിങ്ങൾക്ക് അതിൽ ഇഷ്ടമുള്ള ഒരു ടാഗ് നെയിം എടുക്കുക, കോപ്പി എടുക്കുക, കൊടുത്തു സെൽഫ് ഡോട്ട് ബ്രൗസർ ഡോട്ട്. ഇവിടെ തന്നെയാണോ മാം ഹാൻഡ്ലിംഗ് ലൊക്കേറ്റഡ്? സെയിം തന്നെ, സെയിം. ഓക്കേ മാം, ടാഗ് നെയിം എന്ന് പറയുമ്പോ ഇപ്പൊ ഞാൻ ഇൻപുട്ട് എടുത്തേക്കണം, അത് മതിയോ? മതി, ഏതായാലും കുഴപ്പമില്ല. ഫൈൻഡ് അണ്ടർസ്കോർ എലമെന്റ് ബ്രാക്കറ്റ്സില് by ഡോട്ട് ടാഗ് നെയിം, ടാഗ് അണ്ടർസ്കോർ നെയിം സെഷനിൽ വരും. by ഡോട്ട് ടാഗ് അണ്ടർസ്കോർ നെയിം, ക്യാപ്സ് ആണോ മാം? ഈ എല്ലാം ക്യാപ്സ്. ഇതൊന്നും വന്നില്ലല്ലോ. ടാഗ് നെയിമിൽ TAG എല്ലാം ക്യാപ്സ്. ടാഗ് അണ്ടർസ്കോർ നെയിം, ടാഗ് അണ്ടർസ്കോർ നെയിം, ഡബിൾ കോട്ട്സിൽ div. ഞാനിപ്പോ ഇൻപുട്ടാ കൊടുത്തേക്കണത്. ഇൻപുട്ട് കൊടുത്താലും മതി. നമ്മൾ എന്തായാലും നോക്കട്ടെ, ഷെയർ ചെയ്തേ. സ്റ്റോപ്പ് ചെയ്യണ്ട, ഒരാളുടെ സ്ക്രീനും കൂടെ കാണാം. സുബിത്തി, ഡയാന, അതുപോലെ അജിത്ര, നിങ്ങൾക്ക് കാണാൻ പറ്റും? നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോടാ? ഇന്നലത്തെ റെക്കോർഡ് ഒന്ന് അയച്ചു തന്നാലേ എനിക്ക് ചെയ്യാൻ പറ്റും. ഇന്നലത്തെ ഞാൻ ചെയ്തില്ല. ഓക്കെ, കുഴപ്പമില്ല, ഒരുമിച്ച് ചെയ്താൽ മതി. സുബിത്തി, ഡയാന ചെയ്യുന്നുണ്ടോടാ? ചെയ്യുന്നുണ്ട്. വൈ ഇമ്പോർട്ട് ചെയ്താൽ മതിടാ. വൈന്റെ വൈ സ്മോൾ കൊടുത്തേ. അതാണ്. കട്ടായി. ഇനി നെക്സ്റ്റ് ഈസ് നമ്മളിപ്പോ ടാഗ് നെയിം വെച്ചെടുത്തല്ലേ? ഇനി അടുത്തതാണ് ബൈ ലിങ്ക് ടെക്സ്റ്റ്. ലിങ്ക് ടെക്സ്റ്റ് എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ കാണുന്ന സിമ്പിൾ ഫോം ഡെമോ, അതിന്റെ ആ സിമ്പിൾ ഫോം ഡെമോ ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്തേടാ. മെനു എന്ന ഓപ്ഷനിൽ കാണുന്നില്ലേ? ആ സിമ്പിൾ ഫോം ഡെമോ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇൻസ്പെക്ട് കൊടുത്തേ. അതുപോലെ ahref എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുള്ള ഏതെങ്കിലും ഒരു ലിങ്ക്, ലിങ്കിനൊന്ന് ആക്സസ് ചെയ്യണമെന്ന് വിചാരിച്ചോളൂ. അതിനെ ലൊക്കേറ്റ് ചെയ്യണ്ടേ? അതിനെ സോ ലൊക്കേറ്റ് ചെയ്യാനായിട്ട് നമ്മൾക്ക് ഇതിന്റെ ഈ ahref എന്ന് പറയുന്നത് തൊട്ടിപ്പുറത്ത് ഒരു ടാഗ് ക്ലോസ് ചെയ്യുന്നിടത്ത് ഒരു ടെക്സ്റ്റ് കണ്ടോ? സിമ്പിൾ ഫോം ഡെമോ എന്ന് പറഞ്ഞിട്ട്. യെസ്, അത് തന്നെ. ലിങ്കിന്റെ തൊട്ടിപ്പുറമുള്ള സിമ്പിൾ ഫോം ഡെമോ ഇത്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ ടാഗിന്റെ ടെക്സ്റ്റ് എന്ന് വിളിക്കുന്നത്. ഈ A എന്ന് പറഞ്ഞ ടാഗിന്റെ ടെക്സ്റ്റ് ആണ് സിമ്പിൾ ഫോം ഡെമോ.
മാം ഇപ്പൊ പറഞ്ഞ ലിങ്ക് ടെസ്റ്റ് എന്നല്ലേ? ലിങ്ക് ടെസ്റ്റ്, അതെ, ലിങ്ക് ടെസ്റ്റിലേക്കാണ് വരുന്നത്. ഈ സിമ്പിൾ ഫോം ഡെമോ എന്ന് പറയുന്ന, അതായത് ഒരു ലിങ്കിന്റെ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ബ്രാക്കറ്റിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഒന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ കോമൺലി പറയുന്ന പേരാണ് ടെക്സ്റ്റ്. ഏതിതോ സിംഗിൾ ഫോം ഡെമോ സിമ്പിൾ ഫോം ഡെമോ തൊട്ടിപ്പുറയുള്ള സിമ്പിൾ ഫോം ഡെമോ. മാം പക്ഷെ അത് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഇതല്ലല്ലോ. AHref ഈക്വൽസ് ഇത്. ആണോ മാം? അത് കഴിഞ്ഞ് /A കണ്ടോ അവിടെ തൊട്ടിപ്പുറത്ത്? ആ ഇത് അതിനാണ് നമ്മൾ ക്ലോസിംഗ് ടാഗ് എന്ന് പറയാം. മാം ഞാൻ ഈ പോയിന്റ് ചെയ്തേക്കുന്നതാണോ? എനിക്ക് ഒരു മിനിറ്റ്, ഞാനിപ്പോ റിന്റുവിന്റെ സ്ക്രീനാ കാണുന്നേ. സ്റ്റോപ്പ് ചെയ്യണം. സ്ക്രീനില് /A എന്ന് പറയുന്നില്ലേ, അതാണ് ക്ലോസിംഗ് ടാഗ്. ക്ലോസിംഗ് ടാഗ്. ഓക്കെ, ഒരു ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ടാഗിന്റെ ബിറ്റ്വീൻ എഴുതുന്ന ഒരു സ്പെസിഫിക് ടെക്സ്റ്റ് ഉണ്ടല്ലോ, സ്പെസിഫിക് ആയിട്ടുള്ള വാല്യൂ ഉണ്ടല്ലോ. ഇവിടെ എന്താ സിമ്പിൾ ഫോം ഡെമോ എഴുതിയിട്ടുണ്ട് ഇല്ലേ? ഇതിനെയാണ് എന്താ പറയുക ടാഗിന്റെ ടെക്സ്റ്റ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇതിന് എനിക്ക് ടെക്സ്റ്റ് ഉപയോഗിച്ച് വേണം എന്ത് ചെയ്യാനായിട്ട്, എനിക്ക് ലിങ്കിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ടെന്ന് വിചാരിക്കൂ. ടെക്സ്റ്റ് യൂസ് ചെയ്തിട്ട് വേണം ലിങ്കിന്റെ ഈ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ലിങ്കിന്റെ ടെക്സ്റ്റ് ആണ് സിമ്പിൾ ഫോം ഡെമോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ടെക്സ്റ്റ് യൂസ് ചെയ്ത് വേണം എനിക്ക് ലൊക്കേറ്റ് ചെയ്യാനെന്നുണ്ടെങ്കിൽ അതിന് യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ലൊക്കേറ്റർ ആണ് ലിങ്ക് ടെസ്റ്റ് ലൊക്കേറ്റർ. മാം അതിന്റെ ഒരു ഡെഫിനേഷൻ ആയിട്ടൊന്ന് പറയാമോ? ലിങ്ക് ടെസ്റ്റ് ലൊക്കേറ്റർ ഈസ് യൂസ്ഡ് ടു ഐഡന്റിഫൈ link text locator is used to locate a link is used to locate a link using its text. മാം ഒന്നുകൂടെ ഒന്ന് പറയാമോ? Okay. Link text locator is used to locate link text locator is used to locate an element is used to locate a element with its text. എലമെന്റിന്റെ ഇവിടെ ബ്രാക്കറ്റ്സ് എഴുതിക്കോ ലിങ്ക്. ക്ലിയർ ആണോടാ? ആ ടെക്സ്റ്റ് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് കോപ്പി എടുത്തേടാ. എടുത്തു മാം. എല്ലാരും കോപ്പി എടുത്തോ? കോപ്പി എടുത്തു. വർക്ക് സ്പേസിലേക്ക് ഒന്ന് ടൈപ്പ് ചെയ്തോളൂ. self.browser.find element by dot by dot link text by dot link underscore text comma the value double quotes value. Okay അല്ലടാ? ഇനി ലെറ്റ്സ് സേ നമ്മളുടെ ഈ ടെക്സ്റ്റ് കുറച്ച് നല്ലപോലെ ലെങ്തി ആയിട്ടുള്ള ടെക്സ്റ്റ് ആണെന്ന് വിചാരിക്കൂ. അതായത് ലെറ്റ്സ് സേ അതിന്റെ ഒരു ലിങ്കിന്റെ ടെക്സ്റ്റ് എന്ന് പറയുന്നത് ക്ലിക്ക് ഹിയർ ടു സൈൻ അപ്പ് ഓർ സൈൻ ഇൻ എന്ന് പറഞ്ഞിട്ട് കുറച്ചൊരു വലിയൊരു ടെക്സ്റ്റ് ആണത്.
അതായത് ഒരു ലിങ്ക് ആണെങ്കിലോ? ലിങ്കിന്റെ ടെക്സ്റ്റ് ആ ടെക്സ്റ്റ് ആണ്. ടെക്സ്റ്റ് ഇതിനേക്കാളും കുറച്ചും കൂടെ വലുതാണെങ്കിൽ വലുതാണ്. യെസ്, അതായത് ഞാൻ ഇവിടെ lengthy ആണെങ്കിൽ കുറച്ചുകൂടെ ലെങ്തി, കുറച്ച് നല്ലപോലെ ലെങ്തി ആയിട്ടുള്ള ടെക്സ്റ്റ് ആണെന്ന് വിചാരിക്കുക. നമ്മൾ ബൈ ഡോട്ട് ലിങ്ക് ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് എൻറ്റയർലി ഇതെന്ത് ഫീസിബിൾ ആണോ? അതെ അല്ലേ? എത്രത്തോളം ലെങ്തി ആയിട്ടുള്ള എഴുതാൻ പറ്റും? നമുക്കൊരു ലിമിറ്റ് ഇല്ലേ? ലിമിറ്റ് ഉണ്ടാവും. സോ അതിന് ഇങ്ങനെയുള്ള സിനാരിയോസ് വന്നാൽ, അല്ലെങ്കിൽ ഡൈനാമിക് ആയിട്ടുള്ള ലിങ്കുകൾ വന്നാൽ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾ ഇപ്പോൾ ട്വിറ്റർ അക്കൗണ്ട് ഒക്കെ ട്വിറ്ററിന്റെ ബിഗിനിങ്ങിൽ തുടങ്ങിയിട്ടുള്ളവർക്ക് അറിയാം, ഒരു ലിങ്ക് ഉണ്ടായിരുന്നു, അതായത് ക്ലിക്ക് ഹിയർ ടു സൈൻ ഇൻ ഓർ സൈൻ അപ്പ്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ 2 ഓപ്ഷൻസ് വരും. ഞാൻ സൈൻ ഇൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ ഒരു ലിങ്ക് വരും, ക്ലിക്ക് ഹിയർ ടു സൈൻ അപ്പ് താഴെ. ഇത് തന്നെ സൈൻ അപ്പ് ക്ലിക്ക് ചെയ്താൽ താഴെ ക്ലിക്ക് ഹിയർ ടു സൈൻ ഇൻ. അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള സിനാരിയോസ് നോക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഡൈനാമിക് ആയിട്ടുള്ള ലിങ്ക് ആണ്. അതായത് ലിങ്കിന് ഡിഫറൻസ് ഇല്ല, പകരം ലിങ്കിന്റെ ടെക്സ്റ്റ് മാറി മാറി വരുവാണ് അവിടെ ചെയ്യുന്നത്. ഇങ്ങനെ ഒരു സിനാരിയോയിൽ എനിക്ക് ലിങ്ക് ടെക്സ്റ്റ് യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, കാരണം അത് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കില്ല. കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കത്തില്ല. അതെ, അതായത് മാം ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വേറെ അടുത്ത ലിങ്കിലോട്ട് പോകുന്നു, അങ്ങനെ പോകുന്നതാണോ പറഞ്ഞേ? അല്ല, ഒരേ ലിങ്കിൽ തന്നെ ടെക്സ്റ്റ് മാറി മാറി വരുക. ഒരു ലിങ്ക്, ആ ലിങ്കിന് മാറ്റില്ല, പക്ഷെ ലിങ്കിന്റെ ടെക്സ്റ്റ് മാറി മാറി വരുവാണ്. ഓരോ സിനാരിക്കും അനുസരിച്ചിട്ട് അതിന്റെ ടെക്സ്റ്റ് മാറി മാറി വരുവാണ് ചെയ്യുന്നത്. അതപ്പം ലെങ്തി അല്ലെങ്കിലും അത് പ്രശ്നമാവില്ലേ? അതെ, ലെങ്തി അല്ലെങ്കിലും അത് പ്രശ്നമാണ്. ഓക്കെ. ഈ 2 സിനാരിയോസിൽ, അതായത് എയ്തർ നമ്മുടെ ലിങ്ക് ടെക്സ്റ്റ് എക്സ്ട്രീംലി ലെങ്തി ആണെങ്കിൽ, അല്ലെങ്കിൽ ഡൈനാമിക് ആയിട്ടുള്ള ലിങ്കുകളാണെങ്കിൽ, നമ്മൾക്ക് ഒരു സ്പെസിഫിക് ലിങ്കിനെ ഐഡന്റിഫൈ ചെയ്യാൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാവുന്ന അപ്രോച്ചാണ് പാർഷ്യൽ ലിങ്ക് ടെക്സ്റ്റ്. പാർഷ്യൽ ലിങ്ക് ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ മാം ഒരു ഡെഫിനിഷൻ പറയോ? Partial link text is used to locate the elements. Partial link text is used to locate the elements that are links and its text is lengthy. And its text is? And its text is lengthy. Or is a dynamic link. Or it's a dynamic link. Okay. That is a dynamic link. അപ്പൊ അങ്ങനെ വരുമ്പോ നമുക്ക് എന്ത് ചെയ്യാം എന്ന് വെച്ചാൽ, ടൈപ്പ് ചെയ്യടാ self.browser. find underscore element by dot partial underscore link underscore text. എന്റെ നെയിം എന്നാ മാം കൊടുക്കുക? പറയാം, ഡബിൾ കോട്ട്സില് സിമ്പിൾ എന്ന് മാത്രം കൊടുത്തോളൂ. അവിടെ സിമ്പിൾ നമുക്ക് എവിടെയാ ഉള്ളത്? തന്നെ സിമ്പിൾ ഫോം ഡെമോ എന്ന് പറഞ്ഞ നെയിം ഇല്ലേടാ, അതിൽ സിമ്പിൾ എന്ന് മാത്രം കൊടുത്തേ അവിടെ. ഓക്കെ.
ഓക്കെ, ക്ലിയർ ആണോടാ? അപ്പൊ അവിടുന്ന് നമ്മള് ആ ടെക്സ്റ്റ് എടുക്കുമ്പോ ആദ്യത്തെ ഒരു വേർഡ് മാത്രം എടുത്താൽ മതി. ആദ്യത്തെ ഒരു വേർഡ് മാത്രം എടുത്താൽ മതി. അതിന്റെ ടെക്സ്റ്റ് എടുക്കണ്ട, പകരം അതിനൊരു വേർഡോ അല്ലെങ്കിൽ സ്റ്റാറ്റിക് ആയിട്ട് നിൽക്കുന്ന ഒരു പോർഷനോ മാത്രം എടുത്താൽ മതി. മാം, ഇതിന് സിമ്പിൾ ഫോം ഡെമോ നമ്മൾ എടുക്കാനുള്ള കാരണം എന്താണ്? ഒരു ലിങ്ക് നമുക്ക് എക്സിസ്റ്റിംഗ് ആയി കിട്ടിയത് കൊണ്ട് ഏത് ലിങ്ക് എടുത്താൽ തന്നെയാ വർക്ക് ചെയ്യുക. അല്ല മാം, ഇതിപ്പോ നമ്മള് പാർഷ്യൽ ഇത് കൊടുക്കുന്നത് നമുക്ക് ഒന്നില്ലെങ്കിൽ ലെങ്തി ആയിരിക്കുമ്പോ, അല്ലെങ്കിൽ അതൊരു അല്ലെങ്കിൽ ഒരു സ്റ്റേബിൾ അല്ലാണ്ടാവുമ്പോഴല്ലേ കൊടുക്കണേ, ഡൈനാമിക് ആവുമ്പോഴല്ലേ കൊടുക്കണേ ആണ്. അപ്പൊ ഈ സിമ്പിൾ ഫോം ഡെമോ എന്ന് പറയുമ്പോ ഇതിനകത്ത് ഇപ്പം നമുക്ക് ഒരുപാട് ഡൈനാമിക് ലിങ്ക് ഇല്ല, അതുകൊണ്ടാണ് നമ്മളിപ്പോ ഉള്ള ഒരു ലിങ്കിൽ നമുക്ക് ഇങ്ങനെ കൊടുക്കാമെന്ന് പറഞ്ഞ് നിർത്തുന്നത്. ഡൈനാമിക് ലിങ്ക്സ് അവൈലബിൾ അല്ല. ഓക്കെ, അങ്ങനെ ഇപ്പൊ ഡൈനാമിക് ലിങ്ക് വരുവാണെങ്കിൽ, അതായത് ഇപ്പൊ മാം പറഞ്ഞ പോലെ എന്താ ഐദർ സൈൻ ഇൻ ഓർ സൈൻ അപ്പ്, അല്ലെങ്കിൽ പിന്നെ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ വേറൊരു സംഗതി വരുന്നു. അങ്ങനെ വരുമ്പോഴും നമ്മൾ ആദ്യത്തെ ആ ഏത് ലിങ്കാണോ അതിന്റെ ഫസ്റ്റ് ലെറ്റർ മാത്രം കൊടുത്താൽ മതി. മതി മതി. ഓക്കെ ഓക്കെ, ഇനി നമ്മൾ പാർഷ്യൽ ലിങ്ക് ടെക്സ്റ്റ് പറഞ്ഞു അല്ലേ? നമ്മൾ ഇതുവരെ പഠിച്ചതിനൊന്നും സ്പെസിഫിക് ആയിട്ടുള്ള സിൻടാക്സ് ഒന്നും ഇല്ലായിരുന്നു അല്ലേ? അതായത് നിങ്ങൾ ഡയറക്ട്ലി വാല്യൂ എടുക്കുന്നു, പേസ്റ്റ് ചെയ്യുന്നു, അത്രേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? ഇനി നിങ്ങൾ പഠിക്കാൻ പോകുന്ന 2 ടൈപ്സ് ഓഫ് എക്സ്പാർട്സിൽ നമ്മൾ ഒരു സ്പെസിഫിക് ഫോർമാറ്റ് ഫോളോ ചെയ്യണം. 2 ടൈപ്പ് ഓഫ് എന്തിലാ മാം? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന 2 ലൊക്കേറ്റേഴ്സ് കൂടെ ഉണ്ട്, എക്സ്പാത്ത് അതുപോലെ തന്നെ CSS സെലക്ടർ. ഈ 2 എന്താടാ? CSS സെലക്ടർ. CSS സെലക്ടർ. എക്സ്പാത്ത് ഇത്ര ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നുന്നു അല്ലേ മാം? എക്സ്പാത്ത് ഇമ്പോർട്ടന്റ് ആണ്. അതെ. ഓക്കെ, സോ ഇവിടെ CSS സെലക്ടർ ആണ് എനിക്ക് എഴുതേണ്ടതെങ്കിൽ ഫോർമാറ്റ് വരുന്നത് ഞാൻ ചാറ്റിൽ ഇടുന്നുണ്ട്. മാം, ഈ ആട്രിബ്യൂട്ടിന്റെ ക്ലോസിംഗ് ഇല്ലേ? ക്ലോസിംഗ് ഇല്ല. ക്ലോസിംഗ് ഉണ്ട്, സ്ക്വയർ ബ്രാക്കറ്റ്സ് ക്ലോസിംഗ് ഉണ്ട്. എവിടെയാണ്? വാല്യൂ കഴിഞ്ഞിട്ട് ക്ലോസ് ചെയ്യാം. ഒരു വട്ടം കൊണ്ട് ഇട്ടുതരാം കേട്ടോ. അതുപോലെ സിംഗിൾ കോട്ട്സ് ഇതാ കറക്റ്റ് സിൻടാക്സ് ചാറ്റിൽ ഇട്ടിട്ടുണ്ട്. ഓക്കെ. ഇനി നിങ്ങൾക്ക് ഡോമിൽ തന്നെ എഴുതി നോക്കാം ഫസ്റ്റ്. നമ്മൾ ഇതുവരെ ചെയ്തൊന്നും ഡോമിൽ നമ്മൾ എഴുതി നോക്കിയില്ലല്ലോ. ഡോം എന്താ പറഞ്ഞ ഇന്നലെ? ഇൻസ്പെക്ടറിന്റെ അതിനകത്താണോ? ഇൻസ്പെക്ട് ചെയ്ത് കിട്ടുന്ന നമ്മളുടെ അപ്ലിക്കേഷന്റെ സോഴ്സ് കോഡ് അല്ലേ? ഓക്കെ, അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം? ടൈപ്പ് ചെയ്യടാ. ഓക്കെ, ഒരു കാര്യം ചെയ്യടാ, എല്ലാരും
ഒന്നാമത് എടുത്തേ, ഡോം എടുത്തേ, അല്ലെങ്കിൽ നമ്മുടെ വെബ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തേ. ഇതല്ലായിരുന്നോ? അതന്നെ. എന്നിട്ട് അതിന്റെ ഇതിപ്പം ഡോമിലല്ലേ നിക്കുന്നേ? ഇപ്പൊ എലമെന്റ്സിലാ നിക്കുന്നത്. ഇത് തന്നെയാണ് വേണ്ടത്. യെസ്. കൺട്രോൾ F അടിക്കോ? കൺട്രോൾ F അടിച്ചു. ഇപ്പൊ ഫൈൻഡ് ബൈ സ്ട്രിംഗ് സെലക്ടർ റെഡ്സ് പാത്ത് എന്നൊരു ഓപ്ഷൻ വന്നോ? എവിടെ? താഴെ അതാ കേഴ്സർ നിൽക്കുന്നത് അവിടെയാണ്. എനിക്കൊന്നും വന്നില്ലല്ലോ. കൺട്രോൾ F എടുക്കുമ്പോ എനിക്ക് വേറെ ഏതാണ്ടാവുന്നേ. ഡോം റൈറ്റ് ക്ലിക്ക് ചെയ്തു, കൺട്രോൾ F കൊടുത്തോ? മാം സിമ്പിൾ ഫോം ആണോ റൈറ്റ് ക്ലിക്ക് ചെയ്യേണ്ടത് അതോ മെസ്സേജോ? എവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്താലും കുഴപ്പമില്ല. ഞാൻ ഇതെടുത്തു, ഇൻസ്പെക്ട് ചെയ്തു. ഇപ്പൊ ഞാൻ എൻ്റർ മെസ്സേജാ കൊടുത്തേ. കൺട്രോൾ F കൊടുത്തേടാ. എന്നിട്ട് കൺട്രോൾ F. അങ്ങനെ എടുക്കണേ അങ്ങനെയും കൊടുക്കാം. ഫൈൻഡ് ബൈ സ്ട്രിംഗ് സെലക്ടർ ഓർ എക്സ്പാത്ത്. ഓക്കെ. ഓക്കെ, ഇനി നെക്സ്റ്റ് താഴെ ഇതിലേക്ക് വരട, പൈച്ചാമിലേക്ക് തിരിച്ചു വന്നോ. ഓക്കെ. ഇനി താഴെ ടൈപ്പ് ചെയ്യടാ self.browser. Find element. Dot find element. Brackets കൊടുക്കടാ. By dot CSS underscore selector. Comma. ഇനി നമ്മൾ തിരിച്ച് നമ്മുടെ ഡോമിലേക്ക് തന്നെ പോവാ. ഇനി നമ്മുടെ ആപ്ലിക്കേഷനിലേക്ക് തന്നെ പോവാ. ഇവിടെ കൺട്രോൾ F അടിച്ചിട്ട് വന്നോ? റിട്ടുവിന് വന്നായിരുന്നോ? ഫൈൻഡ് ബൈ സ്ട്രിംഗ് സെലക്ടർ ഓർ എക്സ്പാത്ത് അല്ലേ? അങ്ങനെ ഒരു ടെക്സ്റ്റ് ബോക്സ് ടെക്സ്റ്റ് ബോക്സ് വന്നു അല്ലേ? ഡയാനയ്ക്ക് വന്നോടാ? ഹലോ മാം. ഡയാനയ്ക്ക് വന്നായിരുന്നോ? ഇല്ല, ഷെയർ ചെയ്യട്ടോ. ഷെയർ ചെയ്ത സ്ക്രീൻ. ആ ഡോമിന്റെ അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തേടാ. ഡോം ഏതാ? നമ്മുടെ HTML കോഡ് അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഇൻപുട്ടിന്റെ അവിടെ വന്നിട്ട് കൺട്രോൾ F അടിച്ചേ. കൺട്രോൾ F അടിച്ചേ. കൺട്രോൾ F ആണോ? കൺട്രോൾ പ്ലസ് F. കൺട്രോൾ പ്ലസ് F. അവിടെയല്ല ഡോമിന്റെ ഉള്ളിൽ വന്നിട്ടടിക്കുക. എന്നിട്ട് കൺട്രോൾ പ്ലസ് F കൊടുക്കുക. ഫൈൻഡ് ബൈ സ്ട്രിംഗ് സെലക്ടർ ഓർ എക്സ്പാത്ത് വന്നില്ലേ? അവിടെ കൊടുത്തോടാ. ഒരു വട്ടം കൂടെ നമ്മളുടെ ഷോ മെസ്സേജ് എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് ബോക്സിൽ അതിനൊന്ന് ഇൻസ്പെക്ട് ചെയ്തേ. മെസ്സേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ആണ് ഇടാ വേണ്ടേ. ഷോ മെസ്സേജിനകത്ത് മെസ്സേജ് ടെക്സ്റ്റ് ബോക്സിനെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇൻസ്പെക്ട് ഇപ്പൊ വന്നു. ഇനി ഷോ മെസ്സേജിന്റെ ടെക്സ്റ്റ് ബോക്സിനെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഷോ മെസ്സേജ് അല്ലേ? ഷോ മെസ്സേജോ ഇഷ്ടമുള്ള എലമെന്റ് എടുക്കാം. ഇൻസ്പെക്ട് ക്ലിക്ക് ചെയ്തോ മാം? ക്ലിക്ക് ചെയ്തോ.
ഈ ഫൈൻ ബൈ സ്ട്രിങ്ങിന്റെ അവിടെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളുടെ ഞാൻ തന്ന ഫോർമാറ്റ് പ്രകാരം ആദ്യം നമ്മൾ എന്താ കൊടുക്കേണ്ടത്? പറഞ്ഞേടാ. ടാഗിന് അല്ലേ? ഞാൻ അവിടുത്തെ ടാഗ് നെയിം എഴുതിക്കോ. ടാഗ് നെയിം ഏതായിരിക്കും? അയ്യോ, ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ മാം? ഏതെങ്കിലും ടാഗ് നെയിം മതിയോ? ഇപ്പൊ ഡിവ്, ഹെഡറോ? ഇപ്പൊ ഏത് വേണമെങ്കിൽ എടുക്കാം. ഞാനിപ്പോ ഒരു എക്സാമ്പിളിന് ആഡ് ടെക്സ്റ്റ് ബോക്സ് പറഞ്ഞു എന്ന് മാത്രം. ഇഷ്ടമുള്ളത് എടുക്കാം. പക്ഷെ കുറച്ചുകൂടി നല്ലത് ടെക്സ്റ്റ് ബോക്സ് ഏതെങ്കിലും എടുക്കുന്നതാണ്. ടാഗ് നെയിം എന്ന് പറഞ്ഞാല് ഈ സൈൻ കഴിഞ്ഞിട്ട് ആദ്യം ഉള്ളതല്ലേ? അതായത് ഹെഡർ, ബോഡി, ഹെഡ്. അതന്നെ. അപ്പൊ ഞാനിവിടെ ഇൻപുട്ട് എടുത്തു. അപ്പൊ എന്താ കൊടുക്കേണ്ടത്? ടാഗ് നെയിം എന്താ വരേണ്ടത്? മാം ഇൻപുട്ട് എന്നല്ല കൊടുക്കണ്ടേ? അതോ ടെക്സ്റ്റ്? ഇൻപുട്ട് എന്നാണ് കൊടുക്കേണ്ടത്. കറക്റ്റ്. ഇൻപുട്ട് എന്ന് കൊടുത്താൽ മതിയോ? ഫൈനിന്റെ അടുത്തുനിന്ന് ഇൻപുട്ട് എടുത്തോ. ഹെഡർ ഇൻപുട്ടിന് ടൈപ്പ് ചെയ്യടാ അവിടെ. ടൈപ്പ് ചെയ്യും. ക്യാപിറ്റൽ ലെറ്റർ മതിയോ മാം? സ്മോൾ ലെറ്റർ. ഇനി സ്ക്വയർ ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്തോളൂ. സ്ക്വയർ ബ്രാക്കറ്റോ? ആട്രിബ്യൂട്ട്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ID ആട്രിബ്യൂട്ട് ഉണ്ടെങ്കിൽ അത് വേണം കൺസിഡർ ചെയ്യാൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ കാണുന്നില്ലല്ലോ. അതിന് ID ആട്രിബ്യൂട്ട് ഇല്ലേ എന്ന് നോക്കിക്കേ. ആ ടാഗിന് ID ഉണ്ടല്ലോ. ID ഉണ്ട്. സിംഗിൾ ഇൻപുട്ട് ഫീൽഡ്. ഇൻപുട്ട് എടുക്ക മാം. ഞാൻ എടുത്തേക്കുന്ന ഇപ്പൊ ഹെഡറാ. ഹെഡർ എടുക്കാൻ പറ്റൂലടാ. ഹെഡർ എടുക്കണ്ട, ഇൻപുട്ട് എടുത്തോ. എടുക്കണ്ട. ഓക്കെ. അതുകൊണ്ട് എനിക്ക് ഇൻപുട്ട് എടുക്കാൻ. അപ്പം ഏതെങ്കിലും ടാഗ് നെയിം എടുക്കാൻ പറ്റത്തില്ലേ? നമുക്ക് ലൊക്കേറ്റ് ചെയ്യേണ്ടത് ഏതാണോ അതിനെ എടുക്കുക. അതായത് നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ ഏതെങ്കിലും ഒരു വാല്യൂ എങ്കിലും അവൈലബിൾ ഉള്ളതിനെ വേണം എടുക്കാൻ. ഓക്കെ. ഇൻപുട്ട് ഇവിടെ ഞാൻ കണ്ടാണല്ലോ. ID. അപ്പൊ ഇൻപുട്ട് സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് ID ഈക്വൽ ടു സിംഗിൾ ഇൻപുട്ട് ഫീൽഡ് എന്ന് കൊടുക്കണം അല്ലേ അമ്മ? അതെ. ID ഈക്വൽ സിംഗിൾ കോട്ട്സിൽ ഈക്വൽസ് സിംഗിൾ കോട്ട്സിൽ എന്ത് കൊടുക്കാം? ഡബിൾ കോട്ട്സിലാണോ മാം? സിംഗിൾ കോട്ട്സ്. അത് ആ ടേം കോപ്പി ചെയ്ത് കൊടുത്താൽ മതിയോ? മതി. കോപ്പി ചെയ്ത് കൊടുത്താൽ മതി. കോപ്പി ചെയ്തേ കൊടുക്കാവൂ. ആണോ? കാരണം എന്താ വെച്ചാൽ ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നമുക്ക് എക്സ്പെക്ടഡ് ഔട്ട്പുട്ട് കിട്ടത്തില്ല. എങ്ങനെയാണോ? ഇങ്ങനെ തന്നെ. അതെ. സ്ക്വയർ ബ്രാക്കറ്റ്സ് ക്ലോസ് ചെയ്തോളൂ. നമ്മുടെ ഗൂഗിൾ മീറ്റ് ഒന്നൊരു സൈഡിലേക്ക് നീക്കി വെച്ചേടാ. ഇവിടെ 1 of 1 എന്ന് കണ്ടോ? ക്രോമിൽ ഓപ്പൺ ചെയ്തപ്പോ ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് 1 of 1 എന്ന് കാണാം. കിട്ടി. ചികക്ക് കിട്ടിയായിരുന്നോടാ? എവിടാ മാം? ഞാനൊന്ന് സ്ക്രീൻ നോക്കിക്കോട്ടെ. എവിടെയാ കാണിച്ചേ? അവിടോട്ടൊന്ന് ഫോർവേഡ് ചെയ്യോടാ ഡയന. എവിടെ മാം? 1 of 1 കണ്ടതാണോടാ? കണ്ടു ഞാൻ. വന്നിട്ടുണ്ട്. ഇങ്ങനെ 1 of 1 എന്ന് കണ്ടാൽ കൺഫേം ചെയ്തോളുക. നമുക്ക് നമ്മളുടെ എലമെന്റിനെ മാത്രമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ. ക്ലിയർ ആണോ? ക്ലിയർ. ഓക്കെ. അപ്പൊ ഈ ഇത് ഞങ്ങൾ എടുത്തോ. CSF എടുത്തോ. ഓക്കെ. കോപ്പി ചെയ്യാനോ? ഏത് CSF കോപ്പി എടുത്തേടാ? ഹലോ. CSS സെലക്ടറിന്റെ വാല്യൂ ഏതാടാ? ഇൻപുട്ട് ID ഈക്വൽസ് സിംഗിൾ ഇൻപുട്ട് ഫീൽഡ് അല്ലേ? സിംഗിൾ ഇൻപുട്ട് ഫീൽഡ്. അതിനൊന്ന് കോപ്പി എടുത്തേടാ. ഏത്?
input field. എടാ നമ്മളിപ്പോ കൺട്രോൾ F കൊടുത്തില്ലേ, ഓക്കെ. അത് എൻ്റെ കോപ്പി എടുക്കാനാ പറയുന്നത്. ആ ഇൻപുട്ട് ഫുള്ള് വേണോ മാം? ആ ഇൻപുട്ട് തൊട്ട് ലാസ്റ്റ് വരെ എടുത്തോ. ഓക്കെ. പൈച്ചാമി കൊണ്ടുപോകണം. പൈച്ചാമി കൊണ്ടുവരണം. കോപ്പി എടുക്കാം, പൈച്ചാമിലേക്ക് കൊണ്ടുവരാം. സെലക്ടർ കോമ കഴിഞ്ഞ് ഡബിൾ കോട്ട്സ് ഇതം കൊടുത്തോ. കൊടുത്തു മാം. പക്ഷേ ഓക്കെ ആണോ മാം? ഓക്കെ ആണ്. ക്ലിയർ ആയോടാ CS സെലക്ടർ? ഓക്കെ മാം, നമ്മൾ CSS സെലക്ടർ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇപ്പം നമുക്ക് ഇതിനകത്ത് ID ഉണ്ടെങ്കിൽ ID ആണ് ഫസ്റ്റ് പ്രിഫറൻസ് അല്ലേ? ഫസ്റ്റ് പ്രിഫറൻസ്. ID ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ടൈപ്പ് യൂസ് ചെയ്യാം, ഇഷ്ടമുള്ള ഡാറ്റ വേറെ യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഞാൻ ഇവിടെ സപ്പോസ് ഇവിടെ ഇപ്പം ID ഇല്ലെന്ന് വിചാരിച്ചു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ ടൈപ്പ് എടുക്കണമെങ്കിൽ ഇൻപുട്ട് ബ്രാക്കറ്റിനകത്ത് ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ് എന്ന് വരും, ശരിയല്ലേ? അതെ. ഓക്കെ. നെക്സ്റ്റ് സ്റ്റെപ്പ് എഴുതിക്കോടാ. ഇങ്ങനെയാണ് നമ്മൾ CSS സെലക്ടർ എഴുതുന്നത്. ക്ലിയർ ആണോടാ? ഈ CS സെലക്ടറിന് ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. അതായത് ഇതിപ്പോ നമ്മളുടെ അപ്ലിക്കേഷന്റെ കേഴ്സർ ഏത് പോയിന്റിൽ നിൽക്കുന്നോ അവിടെ നിന്ന് താഴേക്ക് മാത്രമേ ലൊക്കേറ്റിനെ സെർച്ച് ചെയ്യത്തുള്ളൂ. ഒന്നുകൂടെ പറഞ്ഞേ മാം. നമ്മളുടെ അപ്ലിക്കേഷന്റെ കേഴ്സർ എവിടെ നിൽക്കുന്നോ അവിടെ നിന്ന് താഴേക്ക് മാത്രമുള്ള സ്ക്രോളിങ് ആരാണ് നമ്മളുടെ ഈ ഇത് സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. CSS സെലക്ടർ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. ഹലോ മാം, പ്രാവശ്യം കൂടെ പറയാമോ? CSS സെലക്ടർ സപ്പോർട്ട് ചെയ്യുന്നത് താഴേക്കുള്ള സ്ക്രോളിംഗ് മാത്രമാണ്. അതായത് ലെറ്റ്സ് സേ നമ്മുടെ കേഴ്സർ ഇപ്പൊ നിൽക്കുന്നത് ഒരു മിഡ് ഓഫ് ദ ആപ്ലിക്കേഷൻ ആണെങ്കിൽ ആ മിഡിൽ നിന്ന് താഴേക്ക് മാത്രമേ സ്ക്രോളിംഗ് ചെയ്യത്തുള്ളൂ. ഓക്കെ, മനസ്സിലായടാ? ചിത്ര, ഡയാന, സുബിട്ടി എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ. ഇതിനെ ഓവർകം ചെയ്യാനായിട്ട് അടുത്ത ഒരു കൈൻഡ് ഓഫ് ലൊക്കേറ്റർ കൂടെ വന്നു. അതിന്റെ പേരാണ് XPath. ഓക്കെ, അതായത് CSS സെലക്ടർ ഇത് ലൊക്കേറ്റ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ താഴോട്ടേ പോവുള്ളൂ. ലൊക്കേറ്റ് ചെയ്യാൻ താഴേക്ക് മാത്രമേ ചെക്ക് ചെയ്യത്തുള്ളൂ. മുകളിൽ ഉണ്ടെങ്കിൽ മിസ് ഔട്ട് ആയി. അഡ്രസ് ചെയ്യാനാണ് XPath വന്നത്. ഓക്കെ. രണ്ട് തരത്തിലുള്ള XPaths ഉണ്ട്. ആബ്സല്യൂട്ട് XPath ഉണ്ട്, റിലേറ്റീവ് XPath ഉണ്ട്. ഓക്കെ, ഒരു സെക്കൻഡ് മാം, ഒരു സെക്കൻഡ്. ഇതൊക്കെ എഴുതി വെച്ചത്. മാം, ടു ടൈപ്സ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അത് ഏതൊക്കെ? ആബ്സല്യൂട്ട് XPathഉം റിലേറ്റീവ് XPathഉം. നോട്ട് ചെയ്തോടാ, പറയട്ടെ. സോ ഒരു കാര്യം ചെയ്തേ, ഡോമിലേക്ക് എന്നെ പോയിക്കേടാ.
ഡോമില് ആ ഇൻപുട്ടിന്റെ അവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് എവിടെയാണ് ഇൻപുട്ടിന്റെ അവിടെ സെലക്ട് ഇൻപുട്ട് ഹൈലൈറ്റ് ആയിട്ടുള്ള ഇൻപുട്ട് ഇല്ലേടാ, മുകളില്. ഇൻപുട്ട് ടാഗ്, ഓക്കെ. അവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യാ, കോപ്പി ഫുൾ എക്സ്പാത്ത്. കോപ്പി ഫുൾ ആഴാണല്ലേ? ഓക്കെ. ഓക്കെ. അയ്യോ ഒരു സെക്കൻഡ് മാം, എവിടെയാ ഇൻപുട്ട്? എവിടെയാ? ഞാൻ ഇൻപുട്ട് കാണുന്നില്ലല്ലോ. ഇൻപുട്ട് മുകളിലതാ, സ്ക്രീൻ നോക്കട്ടെ. സിംഗിൾ ഇൻപുട്ട് ഫീൽഡ് ആണോ? ഏതാടാ? സിംഗിൾ ഇൻപുട്ട് ഫീൽഡ് ആണോ? അതന്നെ. ആ ഇൻസ്പെക്ട് ചെയ്യുക അല്ലേ? ഇൻസ്പെക്ട് ചെയ്തിട്ട് പിന്നെന്താ മാം പറഞ്ഞത്? റൈറ്റ് ക്ലിക്ക് ചെയ്ത് കോപ്പി കൊടുക്കാം. റൈറ്റ് ക്ലിക്ക് ചെയ്ത് കോപ്പി എടുക്കാന്നോ? ഡയാനയും ചെയ്തോടാ? ചെയ്തായിരുന്നു. അങ്ങനെയല്ല, കോപ്പി എടുക്കുക, കോപ്പി ഫുൾ എക്സ്പാത്ത് എടുക്കുക. എടുത്തായിരുന്നോ? നോട്ട് പാഡിൽ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്തത്. നോട്ട് പാഡിലാണ്. നോട്ട് പാഡിൽ HTML body selection div. യെസ്. എങ്ങനെയാ വന്നത്? എവിടെയാണ് പേസ്റ്റ് ചെയ്തേടാ? ഓക്കെ വന്നോ? വന്നു. പേസ്റ്റ് ചെയ്തപ്പോ എന്താ? HTML div, HTML body section div, div of 3, div of 4 എന്ന് കൊണ്ട് വലിയൊരു ഇത് വന്നല്ലേ? അതായത് നമ്മുടെ ഇൻപുട്ട് ടാഗിലേക്ക് എത്തുന്നതിന് തൊട്ട് മുൻപ് വരെ എന്തൊക്കെ ടാഗുകൾ ഉണ്ടായിരുന്നു എല്ലാറ്റിനെയും അങ്ങ് സ്പെസിഫൈ ചെയ്യുക ചെയ്യുന്നത്. നമ്മുടെ HTML ലെവൽ എന്ത് ചെയ്യുന്നു? സ്പെസിഫൈ ചെയ്ത് പറയുന്നു. ഇതായിരുന്നു ആദ്യം യൂസ് ചെയ്ത എക്സ്പാത്ത്. ഇതിനെയാണ് നമ്മൾ ആബ്സല്യൂട്ട് എക്സ്പാത്ത് എന്ന് വിളിക്കുന്നത്. അതായത് an XPath which takes the accountability of മാം എനിക്ക് ക്ലിയർ ആയല്ല. വിച്ച് takes the ഷെയർ ചെയ്യാൻ പറ്റുമോ? കട്ടാകുന്നു. ഒന്ന് ഷെയറിംഗ് സ്റ്റോപ്പ് ചെയ്തിട ഡയാന. ഓൾറെഡി ഷെയർഡ് ആണ് എന്റേത്, ഞാൻ മാറ്റിയിട്ടില്ല. വേണ്ട ശിഖ ഇവളോടൊപ്പം ഞാൻ ഡയാനയോടാ പറഞ്ഞു. ഓക്കെ. which takes the accountability of all the elements, all the tags that are preceding that precedes the ടാഗ് ആണോ മാം? tag that takes the accountability of each tags preceding my expected element. Accountability of all the tags that precedes the given element. അതായത് നമ്മൾ പറയുന്ന എലമെന്റില് എലമെന്റ് എത്തുന്നത് വരെ എന്തൊക്കെ ടാഗ്സ് ഉണ്ടോ അതിനെല്ലാം മെൻഷൻ ചെയ്ത് പോകുന്ന കൈൻഡ് ഓഫ് ലൊക്കേറ്റർ ആണ് എക്സ്പാത്ത് എന്ന് പറയുന്നത്. ക്ലിയർ ആണോടാ? ആബ്സല്യൂട്ട് എക്സ്പാത്ത് എന്ന് പറയുന്നത്. ആബ്സല്യൂട്ട് എക്സ്പാത്ത് അല്ലേ മാം? അതോ ആബ്സല്യൂട്ട് എക്സ്പാത്ത്. യെസ്. ഓക്കെ. ഇങ്ങനെ എഴുതുമ്പോൾ ഒരു ഡിഫിക്കൽട്ടി എന്താ? ലെറ്റ്സ് സേ എന്താ പറയാ, ബോഡി ടാഗ് കഴിഞ്ഞിട്ട് ഫോർ സം റീസൺ എന്ത് ചെയ്തിരിക്കുകയാണ്, ഒരു പുതിയൊരു ഡാറ്റ എൻട്രി ചെയ്തിട്ടുണ്ട്. ഓക്കെ, പുതിയൊരു എലമെന്റിനെ അവിടെ ആഡ് ചെയ്ത് വെച്ചു. അപ്പോൾ അവിടെ ഒരു ടെക്സ്റ്റ് ബോക്സിന് ഈ ഒരു ഇൻപുട്ട് ബോക്സ് എത്തുന്നതിന് മുൻപ് ആഡ് ചെയ്തെന്ന് വിചാരിക്കാം. നമ്മുടെ ഈ എക്സ്പാത്ത് ഫെയിൽ ആവത്തില്ലേ? എനിക്ക് മനസ്സിലായില്ല മാം, ഒന്നുകൂടെ പറയാം. ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ ഒരു ആബ്സല്യൂട്ട് എക്സ്പാത്ത് എഴുതി അല്ലേ? ലെറ്റ്സ് സേ ഇനി ഈ ഒരു സിംഗിൾ ഇൻപുട്ട് ഫീൽഡ് എന്ന് പറഞ്ഞ ടെക്സ്റ്റ് ബോക്സിന് മുൻപായിട്ട് എന്തെങ്കിലും ഒരു എലമെന്റിനെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്തു.
അതായത് ഈ സിംഗിൾ ഇൻപുട്ട് ഫീൽഡിന്റെ ഈ ടെക്സ്റ്റ് ബോക്സിന് മുന്നിലായിട്ട് മുൻപായിട്ട്. ഇപ്പൊ ടെക്സ്റ്റ് ബോക്സിന് മുമ്പ് എന്റർ മെസ്സേജ് എന്ന് കണ്ടില്ലേ? അത് കഴിഞ്ഞിട്ട് പ്ലീസ് എന്റർ അഗെയിൻ എന്ന് പറഞ്ഞിട്ട് ഒരു ബോക്സും കൂടെ വെക്കുകയാണ് അവിടെ. മെസ്സേജ് കഴിയുന്നതിന് മുൻപ്. മെസ്സേജ് അല്ല, സോറി, ഇത് കഴിയുന്നതിന് മുൻപ്. അതായത് എന്റർ മെസ്സേജ് കഴിഞ്ഞിട്ട്, എന്നാൽ മെസ്സേജ് ടെക്സ്റ്റ് ബോക്സ് കഴിയുന്നതിന് മുൻപായിട്ട് ഒരു പുതിയൊരു എലമെന്റിനെ ആഡ് ചെയ്തു. ഓക്കെ. അങ്ങനെ ആഡ് ചെയ്തപ്പോ എന്ത് സംഭവിക്കും? അറിയത്തില്ല. നമ്മളുടെ ആബ്സല്യൂട്ട് ടെക്സ്റ്റ് പാത്ത് ഫെയിൽ ആവത്തില്ലേ? അതെങ്ങനെ ഫെയിൽ ആവും? കാരണം നമ്മൾ എടുത്തത് ഈ സിംഗിൾ ഇൻപുട്ട് ഫീൽഡിന്റെ അല്ലേ, അതിനകത്തൊന്നും പറ്റിയിട്ടില്ലല്ലോ. സിംഗിൾ ഇൻപുട്ട് ഫീൽഡിന്റെ അടുത്ത് നമ്മള് മെസ്സേജ് ടെക്സ്റ്റ് ബോക്സിന്റെ ആടാ. ടെക്സ്റ്റ് ബോക്സ് ഇല്ലേ? മെസ്സേജ് ഞാൻ ടെക്സ്റ്റ് ബോക്സ് ഇൻസ്പെക്ട് ചെയ്തേടാ. ഓക്കെ, ഇൻസ്പെക്ട് ചെയ്തു. ഇവിടെയല്ലേ നമ്മൾ ഐഡി ഈക്വൽ സിംഗിൾ ഇൻപുട്ട് ഫീൽഡ് കൊടുത്തത്? ഐഡി ഈക്വൽ ടു സിംഗിൾ ഇൻപുട്ട് ഫീൽഡ് കൊടുത്തത്. അതെ. സോ അപ്പൊ ഇതിന് മുൻപ് ഉണ്ടായ ഒരു ഓർഡർ പ്രകാരമാണ് നമുക്കിപ്പോ കറന്റ്ലി നമുക്ക് ആബ്സല്യൂട്ട് ടെക്സ്റ്റ് പാത്ത് കിട്ടിയിട്ടുള്ളത്, അല്ലേ? ഇനി ഞാൻ പറയാണ്, ഇനി ആ മറ്റേ എന്റർ മെസ്സേജിന് തൊട്ട് മുകളിലായിട്ട് പ്ലീസ് എന്റർ ഇൻ ക്യാപിറ്റൽ ലെറ്റേഴ്സ് എന്ന് പറഞ്ഞ് പുതിയൊരു അലേർട്ട് ഡിസ്പ്ലേ ആവുന്നുണ്ട് അവിടെ. അല്ലെങ്കിൽ പുതിയൊരു സെക്ഷൻ ഡിസ്പ്ലേ ആവുന്നുണ്ടെന്ന് വിചാരിക്കൂ. ഓക്കെ. അങ്ങനെ ഡിസ്പ്ലേ ചെയ്യേണ്ടി വന്നാൽ എന്ത് സംഭവിക്കും? ഡെവലപ്പേഴ്സ് നേരെ പോയിട്ട് ഈ ഡോമിന്റെ സ്ട്രക്ചർ അങ്ങ് ചേഞ്ച് ചെയ്യും. അപ്പൊ അല്ലേ, ഞാൻ എന്താണോ എന്റെ ആബ്സല്യൂട്ട് ടെക്സ്റ്റ് പാത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് അത് ബ്രേക്ക് ആവും. ബ്രേക്ക് ആവത്തില്ലേ? ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഈ എന്റർ മെസ്സേജ് കഴിഞ്ഞിട്ട് ഒരു ടെക്സ്റ്റ് ബോക്സും കൂടെ എൻ്റർ ചെയ്യാണ് അവിടെ. ഓക്കെ, അതായത് ഈ എന്റർ മെസ്സേജ് കഴിയുമ്പം ഒരു ഡാറ്റയും കൂടെ അവിടെ വരികയാണ്. എനിക്കൊരു കാര്യം ചെയ്യോ, വേറെ ആരെങ്കിലും ഒന്ന് കാണിച്ചു തരുമോ? മാം പറയുമ്പോ എനിക്ക് ഏതാ ഞാൻ നോക്കുന്ന ഈ അല്ല മാം പറയുന്ന ഈ ആണ്. ഇപ്പൊ ഞാൻ ശിഖ പറയുന്ന നോക്കിട്ടാ പറഞ്ഞിരുന്നേ. ആണോ? ഇൻപുട്ട് ടൈപ്പ് ഈക്വൽസ് ടെക്സ്റ്റ് ക്ലാസ് ഈക്വൽസ് ഫോം കൺട്രോൾ. ഇതിന്റെ അത് റൈറ്റ് ക്ലിക്ക് ചെയ്തേ. ഇതോ? ഇൻപുട്ട് ടൈപ്പ് ഈക്വൽസ് ടെക്സ്റ്റ് ക്ലാസ് ഈക്വൽസ് ഫോം കൺട്രോൾ ഐഡി ഈക്വൽസ് സിംഗിൾ ഇൻപുട്ട്. റൈറ്റ് ക്ലിക്ക് ചെയ്യാ, ഇൻസ്പെക്ട് കൊടുക്കാം. എവിടെ ഇൻസ്പെക്ട്? ഇൻസ്പെക്ട് എവിടെ? ഇൻസ്പെക്ടഡ് ആണോ ഓൾറെഡി? അല്ലല്ലോ മാം. അവിടുന്ന് ഇൻസ്പെക്ട് ചെയ്താ ഇങ്ങോട്ട് വന്നത്. ഇൻസ്പെക്ട് ചെയ്ത് ഇങ്ങോട്ട് വന്നു. യെസ്. ഇനി ഇവിടെ വന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കോപ്പി ഫുൾ എക്സ് പാത്ത്. കോപ്പി ഫുൾ എക്സ് പാത്ത്. ഒന്ന് കോപ്പി എടുത്ത് ഒരു നോട്ട് പാഡിൽ എങ്ങനെ പ്ലേസ് ചെയ്തേ. ഓക്കെ, നോട്ട് പാഡില്. ഓക്കെ, ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി ലെറ്റ്സ് സേ ഈ ഇൻപുട്ട് ടാഗിന്റെ തൊട്ട് മുകളിലായിട്ട് പുതിയൊരു സെക്ഷൻ ആഡ് ചെയ്തു എന്ന് വിചാരിച്ചു. പുതിയൊരു ഡിവ് ആഡ് ചെയ്തു അവിടെ. ഡിവ് സ്ക്വയർ ബ്രാക്കറ്റ്സ് 1 കഴിഞ്ഞിട്ട് പുതിയൊരു സെക്ഷൻ കൂടെ ആഡ് ചെയ്തു അവിടെ. ആര്? ഡെവലപ്പേഴ്സ്. അതായത് ഈ ഡിവ് 1 കഴിഞ്ഞിട്ടാണോ അതോ എവിടെയെങ്കിലും div 1 കഴിഞ്ഞിട്ടോ എവിടെയെങ്കിലും, അതായത് ഇൻപുട്ടിന് മുൻപ് ഏതോ ഒരു പോയിന്റിൽ വെച്ചിട്ട് എന്ത് ചെയ്തു, ഡാറ്റയെ അങ്ങ് ഒരു പുതിയ എലമെന്റിനെ അങ്ങ് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അങ്ങനെ സംഭവിക്കുമ്പോ എന്റെ ആബ്സല്യൂട്ട് ടെക്സ്റ്റ് പാത്ത് മാറത്തില്ലേ? മാറും. ആബ്സല്യൂട്ട് ടെക്സ്റ്റ് പാത്ത് മാറുക എന്ന് പറയുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും? എന്റെ ടെസ്റ്റ് കേസ് ഫെയിലിയർ ആവും, അല്ലേ? സോ ഈ ഒരു ഇഷ്യൂ ഇതായിരുന്നു നമ്മുടെ ആബ്സല്യൂട്ട് ടെക്സ്റ്റ് പാത്തിന്റെ ഇഷ്യൂ എന്ന് പറയുന്നത്. അതായത് എന്തെങ്കിലും റീസൺ കൊണ്ട് നമ്മളുടെ വെബ് അപ്ലിക്കേഷൻസ്
നമ്മൾ ചെയ്യുന്നതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഒബ്വിയസ് ആയിട്ട് ഇത് ഫെയിൽ ആയി പോകും. അതങ്ങനെ ഫെയിൽ ആവാൻ പാടില്ല അല്ലേ? സോ അതിനുള്ള സൊല്യൂഷൻ ആയിട്ടാണ് എക്സ്പാത്തിന്റെ അടുത്ത വേരിയേഷൻ വന്നത്, റിലേറ്റീവ് എക്സ്പാത്ത്. ഓ മനസ്സിലായി. ഒരു സെക്കൻഡ് മാം. റിലേറ്റീവ് എക്സ്പാത്തിന് ഒരു ഡെഫിനിഷൻ പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റിലേറ്റീവ് എക്സ്പാത്തിനാ റിലേറ്റീവ് എക്സ്പാത്ത് ഈസ് യൂസ്ഡ് ടു ഐഡന്റിഫൈ an element എവിടെ വരെ പറഞ്ഞെടുത്തിയാ എന്നോട് പറഞ്ഞേ? is used to identify an element. Is used to identify an element with reference to its DOM structure. Clear ആണോടാ? അതായത് ഡോം സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ മാം ഇപ്പൊ ഡോമിലുള്ള എന്താണോ അതേപടി ചെയ്യാനായിട്ട്. അതെ, ഡോമിലുള്ള അതേ ഓർഡറിൽ അതേപടി ചെയ്യാനായിട്ടാണ് ഏത് യൂസ് ചെയ്യുന്നത്? റിലേറ്റീവ് എക്സ്പാത്ത്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ ഇടയ്ക്ക് ഫസ്റ്റ് ഇപ്പൊ ഞാനൊരു സാനിറ്റി ടെസ്റ്റ് ചെയ്തു എന്ന് വിചാരിച്ചോ, എന്നിട്ട് ലാസ്റ്റ് നമ്മൾ റിഗ്രഷൻ ചെയ്യുക. പക്ഷെ റിഗ്രഷൻ ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് കുറെ ചേഞ്ചസ് വരുത്തിയെന്ന് വിചാരിച്ചോ, അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ നമുക്ക് ഈ ആബ്സല്യൂട്ട് എക്സ്പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല, റിലേറ്റീവ് എക്സ്പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യാം. റിലേറ്റീവ് എക്സ്പാത്തിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിലേറ്റീവ് എക്സ്പാത്ത് ആവുമ്പോൾ നമ്മൾക്ക് റിലേറ്റീവ് ടു ദി ഒബ്ജക്റ്റ് ആയിരിക്കും, റിലേറ്റീവ് ടു ദ വെബ് എലമെന്റ് ആയിരിക്കും. അതായത് നമുക്കിപ്പോ ഇൻസ്പെക്ട് ചെയ്ത് ലൊക്കേറ്റ് ചെയ്യേണ്ടത് ഒരു ഇൻപുട്ടുള്ള ടെക്സ്റ്റ് ബോക്സ് ആണെങ്കിൽ അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ എക്സ്പാത്ത് എഴുതുന്നത്. നമ്മൾക്ക് അതിന്റെ മുന്നേ ഏതൊക്കെ ടാഗുകൾ ഉണ്ട് നമ്മൾ മാറ്റർ ചെയ്യത്തില്ല. നമ്മൾ ഈ ആബ്സല്യൂട്ട് എക്സ്പാത്ത് എഴുതിയപ്പോ എങ്ങനെയാണ് HTML ബോഡി സെക്ഷൻ എന്നിട്ട് ഇതുവരെയുള്ള എല്ലാ ടാഗുകളും ഡിപ്പെൻഡഡ് ആയിട്ടാണ് എഴുതുന്നത് അല്ലേ? ഓക്കെ. റിലേറ്റീവ് എക്സ്പാത്ത് അത് ഡിപ്പെൻഡഡ് അല്ല, പകരം എന്താണ്? ഇൻഡിപെൻഡന്റ് ആണ്. അതിനൊരു ഫോർമാറ്റ് ഫോളോ ചെയ്യാനുണ്ട് നമുക്ക്. // tag name square brackets attribute equals. മാം അത് പിന്നെ ചാറ്റിനകത്തോട്ട് ഇടുന്നു. ചാറ്റിലാണ് ഇടുന്നത്. കിട്ടിയോടാ? // tag name @attribute equals value. അപ്പം ദ ഓൺലി ഡിഫറൻസ് എന്ന് പറയുന്നത് സിൻടാക്സിനകത്ത് ആ ഫോർവേഡ് ഡബിൾ സ്ലാഷും പിന്നെ @. അതെ, CSS സെലക്ടർ ഡിഫറൻസ് വരുന്നത് എന്താണ്? // @. അപ്പൊ നമ്മളുടെ ഡോമിലുള്ള CSS സെലക്ടർ ഇല്ലേടാ, അതിലേക്ക് വന്നേ എല്ലാവരും. കൺട്രോൾ F അടിച്ചടാ, അവിടെ വെച്ചോ? കൺട്രോൾ F കൊടുത്തു. ഓക്കെ. അപ്പം ഇൻപുട്ട് ID സിംഗിൾ ഇൻപുട്ട് ഫീൽഡ് അത് വന്നു അല്ലേ? ശരിക്കും ടൈപ്പ് ചെയ്തേടാ അവിടെ // മാം ഞങ്ങൾ കൊടുക്കണം. എല്ലാരും കൊടുത്തോ? ഇൻപുട്ട് സ്ക്വയർ ബ്രാക്കറ്റ്സ് @ID equals
ID ക്യാപിറ്റൽ ആണോ? സ്മോൾ. ID ഈക്വൽ വാല്യൂ കൊടുത്തോടാ. ഏതാണ്? നമ്മളിപ്പം കോപ്പി പേസ്റ്റ് ചെയ്തതല്ലേ? സിംഗിൾ അതല്ല. നമ്മള് അവിടെ ID ആട്രിബ്യൂട്ടിന് എന്താ വാല്യൂ പാസ് ചെയ്തിരിക്കുന്നേ? ഒന്നുകൂടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇൻസ്പെക്ട് ചെയ്തേ. മെസ്സേജിന്. ഓക്കെ. മാം ഇവിടെ ഇപ്പൊ നമുക്ക് ഇവിടെ ID ഇവിടെ വാല്യൂ സിംഗിൾ ഇൻപുട്ട് ഫീൽഡ് ആണ്, അതല്ലേ കൊടുക്കണ്ടേ? അതെ, സിംഗിൾ ഇൻപുട്ട് ഫീൽഡ്. അയ്യോ. ഓക്കെ, ഞാൻ പറഞ്ഞത് ക്ലിയർ ആണോ? ID ഈക്വൽസ് ടൈപ്പ് ചെയ്തടാ. അയ്യോ, ഇതെങ്ങോട്ട് പോയോ ആവോ? ഒരു സെക്കൻഡ് മാം. എക്സ്പാൻഡ് ഷോ മെസ്സേജ് അല്ല, ഇതെവിടെ പോയി? ഇവിടെ പോയി ഡോം റൈറ്റ് ക്ലിക്ക് ചെയ്ത് എക്സ്പാൻഡ് ചെയ്തോ. ഓക്കെ, ഇൻസ്പെക്ട്. കോപ്പി. കൺട്രോളർ അതവിടെ നിക്കട്ടെ. ഇതിവിടെ നിന്നിട്ട് ബാക്കി ടൈപ്പ് ചെയ്തു. സ്പേസ് ഇട്ടല്ലേ മാം? ഇങ്ങനെ ഞാൻ ചാറ്റിൽ ഇട്ടുതരാം. 1 സെക്കൻഡ്. ഇതാണോ? യെസ്. ID ഈക്വൽസ് എന്ന് പറഞ്ഞിട്ട് സിംഗിൾ കോഡ്സില് ഈ സിംഗിൾ ഇൻപുട്ട് ഫീൽഡ് എന്ന് കൊടുക്കാം. ഓക്കെ ആയോ? മുകളില് ആദ്യം മറ്റേ സിംഗിൾ ഇൻപുട്ട് ഫീൽഡ് എടുത്ത് കളഞ്ഞടാ. ബിഗിനിങ് സിംഗിൾ ഇൻപുട്ട് ഫീൽഡ് അത് റിമൂവ് ചെയ്യും. ഫീൽഡ് കോഡ്സ് ക്ലോസ് ചെയ്തില്ലടാ. സിംഗിൾ ഇൻപുട്ട് ഫീൽഡിന്റെ ഡബിൾ കോഡ്സ് സിംഗിൾ കോഡ്സ് ക്ലോസ് ചെയ്തിട്ടില്ലേ? ഉണ്ട്. എന്താ 0 എന്താ വരാത്തെ? 1 of 1 ആണല്ലോ എനിക്ക് തന്നെ. 1 of 1 ഇവിടെ 0 of 0 ആണ് ശിഖയ്ക്ക് കാണിക്കുന്നേ. അതാ ഞാൻ ചോദിച്ചേ. ഇവിടെ സ്പേസ് എല്ലാം പ്രശ്നമുണ്ടോ? അവിടുത്തെ ഒരു സ്പേസ് ആയിരുന്നു പ്രശ്നം ആദ്യം. ഓക്കെ, ശരിയല്ലേ? ഇപ്പൊ 1 of 1 കിട്ടിയില്ലേ? ഇങ്ങനെയാണ് എക്സ്പാത്ത് എഴുതുക. എഴുതിക്കേടാ. പൈച്ചാമിലേക്ക് വന്നേ. കോപ്പി ആണല്ലേ? അത് കോപ്പി എടുത്തോ, ടൈപ്പ് ചെയ്തോളൂ. self.browser. find underscore element brackets by dot its path comma double quotes paste ചെയ്തോളൂ. ഇങ്ങനെയാണ് എക്സ്പാത്ത് എഴുതുന്നത്. ഇനി എക്സ്പാത്ത് എഴുതുമ്പോ നമ്മൾ ഇങ്ങനെ എക്സ്പാത്ത് എഴുതി നോക്കി. എക്സ്പാത്ത് എഴുതിയിട്ടും കിട്ടിയില്ലെങ്കിൽ
നമുക്ക് യൂസ് ചെയ്യാനായിട്ട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെത്തേഡ് ഉണ്ട്, എക്സ്പാത്ത് ആക്സസ് മെത്തേഡ്സ് എന്ന് പറഞ്ഞിട്ട്. നമ്മളത് ഒരുപാട് യൂസ് ചെയ്യാറില്ല, ജസ്റ്റ് അറിഞ്ഞിരിക്കുക എങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നുള്ളത്. എക്സ്പാത്ത് ഇപ്പൊ നമ്മൾ ചെയ്തത് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ അതായത് നമ്മൾ ഈ എക്സ്പാത്ത് വരെ എല്ലാം ട്രൈ ചെയ്തു, ഇതെല്ലാം ട്രൈ ചെയ്ത് കഴിഞ്ഞിട്ടും നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വിചാരിക്കൂ. ഒരു എലമെന്റിനെ നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ യാതൊരു വഴിയുമില്ല. അങ്ങനെ വരുമ്പോ എക്സ്പാത്തിന്റെ ഒരു അഡ്വാൻസ്ഡ് വേർഷൻ ഉണ്ട്, എക്സ്പാത്ത് ആക്സസ് മെത്തേഡ്സ് എന്ന് പറഞ്ഞിട്ട്. നമ്മൾ ലീസ്റ്റ് യൂസ്ഡ് ആയിട്ടുള്ളതാണ്, പക്ഷെ അറിഞ്ഞിരിക്കുക ഇങ്ങനൊരു മെത്തേഡ് ഉണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. ഓക്കെ, എക്സ്പാത്ത് advanced methods in XPath is called XPath access methods, and it is used only when all other locators are failed to identify an locator. When all other locators are failed to when all other locators are failed to identify the element. ചാറ്റിലിട്ടിട്ടുണ്ട്, അതിന്റെ പേര് മാത്രം ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. എക്സ്പാത്ത് ആക്സസ് മെത്തേഡ്സിലുള്ള പാരന്റ്, ചൈൽഡ്, ആൻസെസ്റ്റർ, ഡിസെൻഡന്റ്, preceding and preceding and following. Parent as ആറ് XPath access methods ആണ് ഉള്ളത്. പാരന്റ്, ചൈൽഡ്, ആൻസെസ്റ്റർ, descendant, preceding, following. ഇത്രയുമാണ് നമ്മളുടെ എക്സ്പാത്ത് ആക്സസ് മെത്തേഡ്സ്. അതിന്റെ സിൻടാക്സ് ഞാൻ തന്നിട്ടുണ്ട്, ജസ്റ്റ് അറിഞ്ഞിരിക്കുക എന്ന് മാത്രം കേട്ടോ. അതിന്റെ എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. ഇത് ഇങ്ങനെ ഒരു ഫോർമാറ്റ് ഉണ്ട് എന്നുള്ളത് ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. നിങ്ങളിത് കാണാതെ പഠിക്കണം. എങ്ങനെ? നമ്മളിത് യൂസ് ചെയ്യേണ്ടി വരില്ല അല്ലേ? ഇല്ല, യൂസ് ചെയ്യേണ്ടി വരില്ല. ലീസ്റ്റ് യൂസ്ഡ് ആണ്, അല്ലെങ്കിൽ ഒട്ടും തന്നെ യൂസ് ചെയ്യാറില്ല എന്ന് തന്നെ പറയാം, ഈ കോംപ്ലക്സിറ്റി കാരണം. കോംപ്ലക്സിറ്റി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് യൂസ് ചെയ്യാനുള്ള കോംപ്ലക്സിറ്റി കാരണം. അതെ, ഇത് യൂസ് ചെയ്യാനുള്ള കോംപ്ലക്സിറ്റി കാരണം മാക്സിമം നമ്മൾ വേറെ ഏതെങ്കിലും രീതിയിലായിരിക്കും കോഡ് എഴുതുന്നത്. ക്ലിയർ ആണോടാ? ഓക്കെ, സോ ഞാൻ ഇന്ന് ഇത്ര എടുക്കുന്നുള്ളൂ. അതായത് നമ്മൾ ലൊക്കേറ്റേഴ്സ് എന്ന ടോപ്പിക് കംപ്ലീറ്റ് ആയി. ഇത് ഞാൻ പറഞ്ഞാൽ ഏതെങ്കിലും ഡൗട്ട് ഉണ്ടോടാ? ഇല്ല, ചെയ്ത് നോക്കുമ്പോഴാണ് നമുക്ക് അത് ചെയ്ത് നമുക്കൊരു പ്രാക്ടീസ് വരണം. അത് നിങ്ങളെ കൊണ്ട് ഞാൻ ഇപ്പോ അടുത്ത ദിവസം കൊണ്ട് എഴുതിച്ചിട്ട് റെഡിയാക്കി എടുക്കും. മാം, ഹാൻഡ്ലിംഗ് ലൊക്കേറ്ററിനകത്താണല്ലോ ഇപ്പൊ ഏറ്റവും കൂടുതൽ കമാൻഡ്സ് നമ്മൾ പഠിച്ചേക്കുന്നേ. അതൊന്ന് അതിന്റെ ആ ഒരു സെഷന്റെ നോട്ട് ഒന്ന് തരുമോ? ലൊക്കേറ്റേഴ്സിന്റെ നോട്ട്സ് ആടാ? ഓക്കെ, ലൊക്കേറ്റേഴ്സിന്റെ നോട്ട്സ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ കേട്ടോ. മാം, നമ്മളിപ്പോ എഴുതിയ പ്രോഗ്രാം ഒന്നും നമ്മളിപ്പോ റൺ ചെയ്തിട്ടില്ലല്ലോ. ഇത് എക്സിക്യൂട്ട് ചെയ്താൽ ഔട്ട്പുട്ട് കിട്ടത്തില്ലടാ. ഓക്കെ, വേറെ അഡീഷണൽ ഉണ്ടോ? അഡീഷണൽ കോഡ് ഇതിന്റെ കൂടെ നമ്മൾ ആഡ് ചെയ്താൽ മാത്രമേ കിട്ടത്തുള്ളൂ. ഓക്കെ മാം. ഓക്കെ, ലൊക്കേറ്റേഴ്സിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ, പിന്നെ അത് കഴിഞ്ഞ് നമ്മളുടെ ഈ എക്സാമ്പിൾസ്, ഇത്രയും മതി നോട്ട്സിലേക്ക്. നോട്ട്സ് ഞാൻ എന്റെ ലൊക്കേറ്റേഴ്സിന്റെ ഡെഫിനിഷൻസും കാര്യങ്ങളും ഞാൻ ചാറ്റിൽ ഇട്ടിട്ടുണ്ട്. എല്ലാം കൂടെ ഡീറ്റെയിൽഡ് നോട്ട്സ് വേണേ ഞാൻ വേറെ പ്രിപ്പയർ ചെയ്തിട്ട് തരാം. ഞാൻ അതാ ഉദ്ദേശിച്ചേ. ഞാൻ ഡീറ്റെയിൽ നോട്ട്സ് ആക്കി തരാം, ഞാൻ പ്രിപ്പയർ ചെയ്യാം.
ശരി. മാം നാളെ ശനിയാഴ്ചയാണ്, നാളെ ഇല്ല, നാളെ ഇല്ല, മറ്റന്നാളില്ല, ഇനി ട്യൂസ്ഡേ. മൺഡേ ഇല്ല അല്ലെ? ട്യൂസ്ഡേ. ഓക്കെ മാം. മൺഡേ ഇല്ലേ? റിപ്പബ്ലിക് ഡേ അവിടെ. റിപ്പബ്ലിക് ഡേ 26 ജാനുവരി ലീവാണ്. 3 day വീക്കെൻഡ് ആണ്. യെസ്, നമുക്ക് 3 day വീക്കെൻഡ് ആണ്. ഓക്കേടാ, ശരി. താങ്ക് യു. താങ്ക് യു. താങ്ക് യു മാം. ബൈ.